ജോലിസ്ഥലത്തെ അമിത സമ്മർദ്ദത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അന്നയുടെ കങ്ങരപ്പടിയിലെ വസതിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സന്ദർശിക്കുകയും മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയും ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്താൻ നിയമസഭയിലെയും പാർലമെന്റിലെയും പാർട്ടി പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകുമെന്നും പാർട്ടി കുടുംബത്തോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്നും മാതാപിതാക്കളെ അറിയിച്ചു. അവരാരും വന്നുമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ തിരിച്ച് NOC ഒക്കെ കിട്ടണമല്ലോ തിരിച്ചിവിടെ കൊണ്ടുവരാൻ. അങ്ങനെയുള്ള ഇതൊന്നും അവരുടെ യാതൊരു സപ്പോർട്ടും ഇല്ലായിരുന്നു. കടുത്ത തൊഴിൽ സമ്മർദ്ദവും അമിത ജോലിഭാരവും ജീവിതം ദുസ്സഹമാകുന്നതായി പരാതിയുള്ള നിരവധി ആളുകൾ പുതിയ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തൊഴിലിനു പിന്നാലെ പാഴുമ്പോൾ ജീവിതം കൈവിട്ടു പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ യോജിച്ചൊരു തൊഴിൽ സംസ്കാരം രൂപപ്പെടുത്തുക എന്നത് ആധുനിക സമൂഹത്തിന് അനിവാര്യമായി മാറുകയാണ്. ഞങ്ങളിപ്പോ ഇത്ര ആഗ്രഹിക്കണം. ഇനി മോള് തിരിച്ചു വിട്ടില്ല. വേറൊരു ആൾക്ക് ഈ സെയിം സംഭവം ആവർത്തിക്കരുതെന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഉത്തരവാദികളായ ആളുകൾക്ക് എതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ ഉണ്ടായില്ലേ അത് മാതൃകാപരമാവുള്ളൂ. അതെ, അതിന് പോലും അവരത് ചെയ്യുന്നില്ല. ഇതിന്റെ ചെയർമാൻ വിളിച്ചായിരുന്നു. ചെയർമാൻ വിളിച്ചിട്ട് ചെയർമാനും പറഞ്ഞ് ഞങ്ങൾ പരിശോധിക്കട്ടെ എന്നാണ്. ഇതുവരെ പരിശോധന കഴിഞ്ഞിട്ടില്ല. കേസൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ സാങ്കേതിക വിദ്യകൾ വലിയ തോതിൽ വികസിച്ചതോടെ സാഹചര്യങ്ങൾ അപ്പാടെ മാറിപ്പോയി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലുകൾ എവിടെയിരുന്ന് ഏത് സമയത്തും അനായാസം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. കുറച്ച് ജീവനക്കാരെ ഉപയോഗിച്ച് കൂടുതൽ ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ജീവനക്കാരിൽ തൊഴിൽ സമ്മർദ്ദം വല്ലാതെ വർദ്ധിക്കുന്നുവെന്ന പരാതി പലയിടത്തും ഉയരുന്നുണ്ട്. ആർക്കിടെക്റ്റാണ്. പിന്നെ അവൻ അതിൻ്റെ അർബൻ പ്ലാനിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ട് ഒരു MNCയിൽ ഇപ്പം അവിടെ മിനിസ്റ്ററുടെ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങി ടെമ്പിൾ സിറ്റി ഡെവലപ്മെൻറ്റ്. അതിന് വേണ്ടിയിട്ടാണ് അവനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. തിരുവനന്തപുരത്തായിരുന്നു. ഇനിയിപ്പോഴത്തെ ഇത് കഴിഞ്ഞപ്പോൾ 1.5 ആഴ്ച കഴിഞ്ഞു. ഇതേക്കുറിച്ച് കേരളവും രാജ്യവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അമിതമായ ജോലിഭാരവും അനാരോഗ്യകരമായ തൊഴിലന്തരീക്ഷവും സൃഷ്ടിച്ച സമ്മർദ്ദമാണ് മകളുടെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാണിച്ച് അന്നയുടെ അമ്മ കമ്പനി ചെയർമാൻ അയച്ച കത്ത് തൊഴിൽ മേഖലയിലെ രീതിയിൽ അടിയന്തര പരിശോധനകൾ ആവശ്യമാണെന്ന അഭിപ്രായങ്ങൾ ഉയർത്തിയതായി രാത്രി വൈകിയും അവധി ദിവസങ്ങളിലും അവധി ജോലികൾ ചെയ്യേണ്ടി വന്ന അന്നയ്ക്ക് ഓഫീസിലെ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നതായിരുന്നില്ലെന്നാണ് അമ്മ പറയുന്നത്. ജോലിഭാരം മൂലം മുൻപും അന്ന കുഴഞ്ഞു വീണിരുന്നുവെന്നും സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുകയുണ്ടായി. സമയവും ആരോഗ്യവും നോക്കാതെ കഠിനമായി പണിയെടുക്കേണ്ടി വരുന്ന യുവതലമുറ സ്വയം നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോകാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VA അബ്ദുൽ ഗഫൂർ, അബ്ദുൾ റഹീം, ജില്ലാ ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു.